എന്തെല്ലാം കേൾക്കുന്ന അച്ഛൻ്റെ അളിയൻ വരുന്നു, മുൻകാമുകി വരുന്നു. ഇതെന്താ എല്ലാരും കൂടി ഒരുമിച്ച് ഇപ്പൊ ഇങ്ങനെ കയറി വന്നേ? കല്യാണം കഴിയുമ്പോഴേക്കും ചങ്ങാതി കല്യാണം കഴിയുമ്പോഴേക്കും എല്ലാവരും ഒന്നിച്ച് കയറി വന്നിട്ട് ഇതെല്ലോ ഇങ്ങനെ. എല്ലാവർക്കും നമസ്കാരം. അച്ചായൻ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പേര് രംഗത്ത് വരുന്നുണ്ട് സുഹൃത്തുക്കളെ. അതിൽ ഏറ്റവും വലിയൊരു രംഗത്ത് വന്ന ഉടായ്പായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ജിനു എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കുറിച്ചിട്ടാണ്. ഇവരിങ്ങനെ രംഗത്ത് വന്നിട്ട് കുറെ അധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. എനിക്ക് അതിലൊന്നും മാച്ചായിട്ട് തോന്നുന്നില്ല. എല്ലാം മിസ്മാച്ച് രംഗത്തിലാണ് കിടക്കുന്നത്. ആദ്യം തന്നെ തൊപ്പി ഈ അച്ചായൻ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പറയുന്നത് ഞാനൊന്ന് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നേരെ ഈ സ്ത്രീയിലോട്ട് വരണം. ഇവർ പറയുന്ന കുറെ കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഒരു ഹോം നേഴ്സ് എപ്പോഴെങ്കിലും ഒരു പേഴ്സണൽ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് പേഴ്സണലായിട്ട് നടക്കുവോടെ ഒരു വീട്ടിൽ ഹോം നേഴ്സായിട്ട് പോകുന്ന ഒരു സ്ത്രീ? എനിക്കിതാണ് ചോദിക്കാനുള്ള മെയിൻ കാര്യം. ഇനി ഇവരും അച്ചായനും കൂടി കറങ്ങി നടന്നൊരു വീഡിയോ അടക്കം കിട്ടിയിട്ടുണ്ട് സുഹൃത്തുക്കളെ, ഞാൻ കൊടുക്കാം. എന്തായാലും അതിനു മുമ്പ് തൊപ്പി പറയുന്ന കേട്ടു നോക്കാം. എന്തെല്ലാം കേൾക്കുന്ന അച്ഛൻ്റെ അളിയൻ വരുന്നു, മുൻകാമുകി വരുന്നു. ഇതെന്താ എല്ലാരും കൂടി ഒരുമിച്ച് ഇപ്പൊ ഇങ്ങനെ കയറി വന്നേ? കല്യാണം കഴിയുമ്പോഴേക്കും ചങ്ങാതി കല്യാണം കഴിയുമ്പോഴേക്കും എല്ലാവരും ഒന്നിച്ച് കയറി വന്നിട്ട് ഇതെല്ലോ ഇങ്ങനെ. നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, ഞാൻ ഒറ്റ കാര്യം, ഞാൻ ഈ ലൈവ് തുടങ്ങുന്നതിന് മുമ്പ് ഉറപ്പിച്ചൊരു കാര്യമാണ്, അച്ചായന്റെ ആ കോൺട്രവേഴ്സിയിൽ ഞാൻ ഒന്നും പറയില്ല. അച്ചായനോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇതിൽ ഒന്നും പറയില്ല. എനിക്ക് സത്യാവസ്ഥ അറിയില്ല. സത്യാവസ്ഥ എന്താന്ന് വെച്ചാൽ അച്ചായ നിങ്ങൾ തന്നെ ആൾക്കാരോട് പറഞ്ഞോ, നിങ്ങൾ തന്നെ ഇന്റർവ്യൂ എടുത്തിട്ടോ വീഡിയോ എടുത്തിട്ടോ കാര്യങ്ങൾ പറഞ്ഞോ. എനിക്ക് ഈ ഫാമിലി പ്രോബ്ലത്തിന്റെ ഇടയ്ക്ക് എനിക്ക് ഇരിക്കാൻ ഇഷ്ടമല്ല. ഓക്കെ, അതില് തലയിടാനോ അതില് ഒരു പാർട്ടാനോ എനിക്ക് ഇഷ്ടമല്ല. ഓക്കെ, എനക്ക് പരിചയമുള്ള ആളെന്ന് വെച്ചാൽ അച്ചായൻ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. ഓക്കെ, ഈ സോജൻ എന്ന് പറഞ്ഞ ആൾക്കാണ് ഈ ഫാമിലി, ഓരോ ഫാമിലിയിലാണ് ഇതെല്ലാം നടക്കുന്നത്. അത് എനിക്ക് അറിയില്ല. ഈ അച്ചായൻ ഉള്ള പേര് ഞാൻ ചങ്ങായിക്ക് ഞാൻ ഇട്ടാണ്, അച്ചായൻ എന്നുള്ള പേര്. ആ പേര് കൊടുത്തു, ഞാൻ ഇവിടെ വന്ന് ഈ ക്യാരക്ടർ കളിപ്പിക്കുന്നു, പോകുന്നു. അത് കഴിഞ്ഞ് സോജൻ എന്ന് പറയുന്ന ആള് വീട്ടില് അവർക്ക് ഫാമിലിയിൽ പ്രശ്നങ്ങളുണ്ടോ, അവർ അളിയനായിട്ട് പ്രശ്നം, ചിലപ്പോ അളിയനും ഈ അച്ചായനുമായിട്ട് ശത്രുത ഉണ്ടാവും, അതുകൊണ്ട് അയാൾ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നതാണെങ്കിലോ. പിന്നെ ഇതെന്താന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അതില് ഞാൻ ഒരിക്കലും ഇതില് എന്റെ സ്റ്റേറ്റ്മെന്റ് എനക്ക് ഇതിലൊന്നും തലയിടാൻ താല്പര്യമില്ല. ഓക്കെ, എനിക്ക് ഇതിനെ കുറിച്ച് അതിൽ തലയിടാനേ താല്പര്യമില്ല. ഓക്കെ, തൊപ്പിയുടെ അഭിപ്രായം നൈസായിട്ട് പറഞ്ഞിട്ട് ഈ വിഷയത്തിൽ നിന്ന് നൈസായിട്ട് പോയി. അവനെ ഞാൻ തെറ്റൊന്നും പറയത്തില്ല. അവൻ വളരെ കറക്റ്റ് ആയിട്ടുള്ള പോയിന്റാണ് പറഞ്ഞത്. അവന് ഈ വിഷയത്തിൽ ഇടപെടാൻ താല്പര്യമില്ല. അവൻ അച്ചായൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെയാണ് അവിടെ കൊണ്ടുവന്ന് കളിപ്പിക്കുന്നു, പോകുന്നു. അല്ലാതെ സോജൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പേഴ്സണൽ ലൈഫിൽ കയറി ഒന്നും ചെയ്യാൻ അവന് താല്പര്യമില്ല. അവൻ അതിനെക്കുറിച്ച് ഒന്നും പറയുന്നുമില്ല. അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യം എന്നാണ് പറഞ്ഞു വിടുന്നത്. പക്ഷെ സോഷ്യൽ മീഡിയയിൽ വന്നൊരു വിഷയം എടുത്ത് സംസാരിക്കാൻ നമുക്ക് എല്ലാവർക്കും റൈറ്റ്സ് ഉണ്ട്. പക്ഷെ തൊപ്പിക്ക് അത് താല്പര്യമില്ല. അത് അവന്റെ പേഴ്സണൽ തീരുമാനമാണ്. അതിൽ നമുക്ക് ആർക്കും കൈകടത്താൻ റൈറ്റ്സുമില്ല. എന്നാൽ ഈ അച്ചായനെതിരെ ജിനു എന്ന് പറയുന്ന ഒരു പെൺകുട്ടി വന്നിട്ടുണ്ടല്ലോ മുന്നോട്ട്. ഈ അച്ചായനെതിരെ ബിജു എന്നെങ്ങാണ്ട് പറയുന്ന മറ്റേ അമ്മാവിന്റെ മകളുടെ ഭർത്താവ് വന്ന സമയത്ത് ഡൗട്ട്ഫുൾ ആയിട്ട് നിൽക്കുകയായിരുന്നു ഈ വിഷയത്തിൽ. വേറൊന്നും കൊണ്ടല്ല, അച്ചായൻ ഇങ്ങനെ ചെയ്യുമോ, എന്നാൽ അച്ഛൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാറി തന്നടെ എന്നുള്ളൊരു സാധനത്തിലാണ് നിന്നത്. പക്ഷേ ഈ ജിനു എന്ന് പറയുന്ന പെൺകുട്ടി ഈ ബിജു എന്ന് പറയുന്ന ആ വ്യക്തിയെയും ഇന്റർവ്യൂവിൽ കോൾ ചെയ്ത് കൊണ്ടുവന്ന സമയത്ത് എനിക്കിതെന്തോ ഒരു വശപ്പശവ് ഫീൽ ചെയ്യുന്നുണ്ട്. കോഴ്സ് ചിലപ്പോൾ അച്ചായന്റെ ഭാഗത്ത് തെറ്റ് കാണാം. അത് ഞാൻ ഇപ്പോഴും പറയുന്ന പോസിബിലിറ്റിയാണ്. നമുക്ക് കൺഫേം അടിച്ച് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. പോസിബിലിറ്റിയിലാണ് നിൽക്കുന്ന, തെറ്റ് കാണാം. എന്നും വച്ചിട്ട് ഈ ജിനു എന്ന് പറയുന്ന പെൺകുട്ടിയെ ഒരിക്കലും എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇവർ പറയുന്നതെല്ലാം പച്ചക്കള്ളം. ഉള്ള കാര്യം ഞാൻ പറയാം. ചിലപ്പോൾ വേറുള്ള സ്ത്രീകൾക്ക് ഓഫ് കോഴ്സ് അച്ചായന്റെ അടുത്തുനിന്ന് മോശം അനുഭവങ്ങൾ ഉണ്ടായി കാണാം, അച്ചായൻ മോശമായിട്ട് പെരുമാറി കാണാം, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാം. അത് നമുക്ക് തീർത്ത് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഈ ജിനു എന്ന് പറയുന്ന ഇവർ വന്ന് പറയുന്ന കാര്യങ്ങളിൽ ഒന്നും എനിക്ക് ഒരു കഴമ്പും തോന്നുന്നില്ല. കാരണം പക്ക കള്ളത്തനങ്ങളാണ് ഇവർ വിളിച്ചു പറയുന്നത്. കള്ളനെ കഞ്ഞി വെച്ചവൾ, അല്ലെങ്കിൽ കള്ളനെക്കാളും പെരുങ്കള്ളി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ആ ഒരു സെറ്റപ്പിലാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ പറയുന്നതെല്ലാം പക്ക ഉടായ്പ. ഞാൻ ഓരോന്നായിട്ട് എക്സ്പോസ് ചെയ്ത് തരാം. ഓരോന്നായിട്ട് സ്റ്റെപ്പായിട്ട് എക്സ്പോസ് ചെയ്ത് തരാം. ആദ്യം ഇവർ ഇന്റർവ്യൂവിൽ പറഞ്ഞ കേട്ടോക്കാം. അപ്പോഴാണ് എനിക്ക് അപ്പം മനസ്സിലായത്, ദൈവം എന്നെ ഇവനെ കുരുക്കാൻ തന്നെ വിട്ടതാ. എന്നെ ഒരുക്കിയതേ അതിനാണ്. മനസ്സിലായില്ലേ? ചിലപ്പോൾ ഈ ഒരു ഇവരുമായിട്ടുള്ള ഒരു കണക്ഷൻ പോലും, ഈ ഒരു സൗഹൃദം പോലും ദൈവം നേരത്തെ കണ്ടെത്തി വെച്ചതാണ്. ഈ ഇങ്ങനെയുള്ള ഫ്രോഡിനെ ഞാൻ വഴിയായിരിക്കും ചിലപ്പോൾ ഇവന്റെ തൈക്കോണം പുറത്തു വരേണ്ടത്. അങ്ങനെ ആയിരിക്കും ഒരു നിശ്ചയം. ഒരു ഫ്രോഡിനെ വീഴ്ത്താൻ മറ്റൊരു ഫ്രോഡോ? കൊള്ളാമല്ലോ. ഇവരാദ്യം എന്താ പറഞ്ഞിട്ടുള്ള, ഞാൻ അന്ന് മുതലേ എഴുതിയിട്ടതാ നിങ്ങളാ വിധി. നിങ്ങൾ ആദ്യം പറഞ്ഞിട്ടുള്ള അച്ചായനുമായിട്ട് എനിക്കൊന്നുമില്ല, ഒരു ഫ്രണ്ട്ഷിപ്പ് ബന്ധം മാത്രമാണെന്ന്. അപ്പുറത്ത് കണ്ട ഫോട്ടോ ഒക്കെ കണ്ടല്ലോ, സെറ്റപ്പ് കിസ്സിങ് അടി ഫോട്ടോ ആയിരുന്നു.
അത് കണ്ടപ്പോൾ തന്നെ അതൊരു ജസ്റ്റ് ഫ്രണ്ട് ആണെന്ന് എനിക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല. ജസ്റ്റ് ഫ്രണ്ട്സ് ഇങ്ങനെ വെച്ച് കളിക്കുമെങ്കിൽ അതെനിക്കൊന്ന് അറിയണോട്ടെ. ആ ഒരു സെറ്റപ്പിലാണ് ഞാൻ അത് കണ്ടിട്ടുള്ളത്. പിന്നെ ഹോം നേഴ്സായിട്ട് അവർ പോയതെന്ന് പറയുന്നുണ്ട്. ഹോം നേഴ്സായിട്ട് പോയ നിങ്ങൾ ഹോം നേഴ്സിന്റെ പണി വേണം എടുക്കാൻ. അല്ലാണ്ട് അച്ചായൻ്റെ കൂടെ നടന്ന് കറങ്ങി തിരിഞ്ഞ് നടന്ന് പറയുന്നിടത്തും പോകുന്നിടത്തെല്ലാം പോയി അടിച്ചു പൊളിച്ച് വിലസി നടന്നിട്ട് നിങ്ങൾ 1 ലക്ഷം രൂപ അങ്ങേരെ അടുത്ത് കേട്ടപ്പോൾ അങ്ങേര് തരാതായപ്പോൾ നേരെ ചെളിവാരി അടിക്കുന്ന നാളെ പരിപാടി കാണിക്കാതിരിക്കുക. അച്ചായനുമായിട്ട് കല്യാണത്തിന് വേണ്ടിയിട്ട് ജാതകം അടക്കം നിങ്ങൾ നോക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എല്ലാം വെണ്ടയ്ക്ക പോലെ എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കൂടുതൽ കിടന്ന് മെഴുകാൻ നിൽക്കരുത് സ്ത്രീയെ. നാറും ഉള്ള കാര്യം പറ, നാറ് നിങ്ങൾ പണ്ടാറണം. അച്ചായന്റെ വീട്ടിൽ പോയ ഹോം നേഴ്സുമായിട്ട് അച്ചായൻ പുറത്ത് കറങ്ങി നടക്കുന്ന ഒരു വീഡിയോ കണ്ടാലോ? കാണാം. അതിനോട് എന്തിനാ ഇയാളെ പെണ്ണുമ്പിളെ വിളിച്ചോ തെറി വിളിക്കേണ്ട കാര്യം എന്തോ? വണ്ടി തട്ടി, ശരിയാ, വണ്ടി തട്ടി, അത് ശരിയാക്കി തരും. അതിനാണ് ഇയാള് ഉണ്ടാക്കൊന്നും വേണ്ട. ഇയാളാണ് ചെയ്യാന്ന് പറഞ്ഞത്. ഞങ്ങൾ ഇവിടെ ഇരിക്കുക. ഇയാൾ ചെയ്യണേ, ചേട്ടനാണോ അത് തട്ടി തെറി വിളിച്ച ചേട്ടനാണോ? തെറി വിളിച്ച ചേട്ടനാണോ? ഞാൻ ഏതാ ഇയാളാ എന്റെ വണ്ടി ഞാൻ ഇത്ര ഷൂട്ട് നടക്കുവാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഉണ്ടാകാൻ ചേച്ചി പിടിച്ചോണ്ട് പോയി നിങ്ങൾക്ക് വഴക്കുണ്ടാകാൻ നീ അല്ലേ വലിയ കൊപ്പയൊക്കെ അല്ലേ? അല്ലാണ്ട് നമ്മുടെ വണ്ടി അവിടെ കിടക്കായിരുന്നു. അയാളെ ആണോ? നീ ഞങ്ങളിവിടെ ഇരിക്കുമല്ലേ, നീ ഒന്ന് ചെയ്യും. ഞങ്ങളൊന്ന് എന്താ ചേട്ടൻ ചെയ്യുന്നെങ്കിൽ ചെയ്യും. ഇവിടെ നിൽക്കുകയാണ്, ചെയ്യും. ഹോം നേഴ്സിനെ കണ്ടല്ലോ, കൂടെ നിൽക്കുന്നത് പാന്റ് ഷൂ ഒക്കെ ഇട്ട് മാച്ചിന് പൂവുള്ള ഷർട്ടൊക്കെ ഇട്ട് നിൽക്കുകയാണ്. ഇതാണ് ഹോം നേഴ്സ്. ഇതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ഹോം നേഴ്സ്. ഇങ്ങനെയും ഒരു ഹോം നേഴ്സ് ഉണ്ടോ? വീട്ടിൽ ഉടമസ്ഥന്റെ കൂടെ ഇറങ്ങി നടക്കുന്ന ഒരു ഹോം നേഴ്സ്. അതുപോലെ ആ വ്യക്തി അവിടെ പറയുന്ന പെണ്ണും പിള്ളയെ വിളിച്ചോണ്ട് പോടാന്ന് പറയുന്നുണ്ട്. പെണ്ണും പിള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ എന്നാണ് അർത്ഥം അല്ലേ? എന്റെ അർത്ഥത്തിൽ തെറ്റൊന്നുമില്ലല്ലോ. അങ്ങനെ ഭാര്യയെ വിളിച്ചോണ്ട് പോടാ എന്ന് പറയുമ്പോൾ താൻ ഭാര്യ അല്ലെങ്കിൽ താൻ എന്ത് ചെയ്യണം? പ്രതികരിക്കണം. ഞാൻ അയാളുടെ ഭാര്യയൊന്നുമല്ല, സുഹൃത്താണ്. എന്തിനാണ് നിങ്ങൾ വഴക്കുണ്ടാക്കുമ്പോൾ എന്നെ ഭാര്യ എന്ന് പറഞ്ഞ് പറയുന്നത്? അത് കയറി പ്രതികരിച്ചൂടെ എന്നുള്ളൊരു ചോദ്യം നിൽക്കുന്ന സമയത്താണ് ഇതിൽ മറ്റൊരു ട്വിസ്റ്റ്. അതായത് ഈ വീഡിയോ സ്ക്രിപ്റ്റഡ് വീഡിയോ ആണ്. ഇവരെല്ലാവരും കമ്പനിയാണ്, എല്ലാവരും കൂട്ടാണ്. ഒരു റീല് ഞാനിവിടെ സൈഡിൽ കൊടുക്കുക. ഈ റീല് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇവരെല്ലാവരും കൂട്ടുകെട്ടുകളാണ് മക്കളെ, സുഹൃത്തുക്കളെ. ഹോം നേഴ്സുമായിട്ടുള്ള ചുറ്റിക്കളിയും പരിപാടിയൊക്കെ നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ പിടി കിട്ടിയല്ലോ. അതുകൊണ്ട് ഇപ്പൊ തെറ്റ് അച്ചായന്റെ തലയിൽ മാത്രം വെക്കേണ്ട കേസില്ല. ഈ ലേഡി വന്ന് പറയുന്ന കേസിൽ ഞാൻ ബാക്കിയുള്ളവരുടെ കേസിലോട്ട് വരുന്നില്ല. ഇവര് വന്ന് പറയുന്നത് എനിക്കത്ര യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല. ഇനി ഇവര് പറയാൻ പോകുന്നത് മറ്റൊരു ചരിത്രമാണ്. ഇപ്പോൾ അച്ചായൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ആതിര എന്ന് പറയുന്ന പെൺകുട്ടിക്ക് മറ്റൊരു ഭർത്താവും കുട്ടികളും അടക്കമുണ്ട്. ആ കുട്ടികളടക്കം അച്ചായനുമായിട്ടുള്ള കല്യാണം കൂടാൻ വന്നിരുന്നു എന്നാണ് ഈ സ്ത്രീ പറയുന്നത്. ഇതിൽ എത്രത്തോളം കഴമ്പുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇനി നാളെ ഇവർ ചിലപ്പോൾ പറയും ഒപ്പി ആതിരയുടെ ഭർത്താവിനെയും കുട്ടികളെയും കൊണ്ടുവന്നെന്ന് വേണമെങ്കിലും പറയും. അതുപോലത്തെ രീതിയിലാണ് ഇവർ പറഞ്ഞ് എവിടെയൊക്കെ കാട് പോലെ പിടിച്ചു കയറി പോകുന്നത്. സത്യം പറയല്ലോ, ഇവർ പറയുന്ന ഒരു സാധനം പോലും എനിക്ക് ഒരു തുള്ളി പോലും വിഴുങ്ങാൻ പറ്റുന്നില്ല. കുറെ പേര് പറയുന്നു ആലുവയിലാ വീടെന്ന്, ചിലർ പറയുന്നു കോട്ടയത്താ വീടെന്ന് പറയുന്നു. ഇവരുടെ കല്യാണത്തിന് അവർ ഹസ്ബൻഡും അവർക്ക് 2 പിള്ളേരുണ്ട്, ആ കുട്ടികളും കല്യാണത്തിനുണ്ടായിരുന്നു എന്ന് പറയുന്നു. അതെന്താ സത്യം ഒന്നും എനിക്കറിയില്ല. ആണോ ജിനു? ഒരു സത്യം തനിക്ക് അറിയില്ലേ? ആരൊക്കെയോ കുറെ പേരൊക്കെ പറയുന്നു. എന്താ സത്യം ഒന്നും എനിക്കറിയില്ല. കുറെ പേര് പറയുന്നു കോട്ടയം, കുറെ പേര് പറയുന്നു അവര് ഭർത്താവിനെയും പിള്ളേരൊക്കെ കൊണ്ടാണ് കല്യാണത്തിന് വന്നതെന്ന്. സ്വന്തം കല്യാണം കൂടാൻ സ്വന്തം ഭർത്താവിന് പിള്ളേരെ കൊണ്ടുവന്നെന്നും കുറെ പേര് പറഞ്ഞു. എനിക്കിതിന്റെ സത്യാവസ്ഥയൊന്നും അറിയത്തില്ല. അറിയാത്ത കാര്യം പിന്നെ എന്ത് തേങ്ങയ്ക്കാണ് ഗീരവത്തിന് വിളിച്ച് പറയുന്ന? നാറ്റിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് നീ കൊള്ളാലോടി പെണ്ണെ, നമ്മുടെ വാസുവണ്ണം പറഞ്ഞ പോലെ. ഇപ്പൊ 2 കുട്ടികളും ഹസ്ബൻഡുമായിട്ടാണ് ഇപ്പൊ കല്യാണത്തിന് വന്നതെന്ന് പറഞ്ഞു. ഇപ്പൊ കല്യാണം കഴിച്ചിരിക്കുന്ന കുട്ടികളുടെ അതാരാണ് പറഞ്ഞിരിക്കുന്നത്? ഈ പുള്ളിക്കാരൻ കെട്ടിരിക്കുന്ന പുള്ളിക്കാരിയുടെ തന്നെ എന്റെ അടുത്ത് ഇതുപോലെ എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതാണ്. എനിക്ക് പേഴ്സണലി അറിയുന്ന ഒരു ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞതാണ്. പിന്നെ ഇവനെ കുറെ അടി കൊടുത്ത ടീംസ് ഉണ്ട് ട്രിവാൻഡ്രത്ത്. അതെന്റെ ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ട് കുറച്ച് പേര്. ചോദിച്ചിട്ട് ഉത്തരം പറയും. എന്റെ ക്ലോസ് ഫ്രണ്ട്സ്
ക്ലോസ് ഫ്രണ്ട്സ്, നീ ക്ലോസ് ഫ്രണ്ടാണ് അച്ചായനെന്നും പറഞ്ഞു അവസാനം ഉമ്മ ഇങ്ങനെ ഫോട്ടോ വരെ ഇറങ്ങി. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്, ഞാൻ പറഞ്ഞാൽ കൂടിപ്പോ. ക്ലോസ് ഫ്രണ്ട്സിന്റെ കേസ് പറയുമ്പോൾ എനിക്ക് ചൊറിഞ്ഞു വരാണ്. ക്ലോസ് ഫ്രണ്ട്സ് എൻ്റെ ട്രിവാൻഡ്രത്തിൽ കുറേ ഉണ്ടായിരുന്നു, അവരെല്ലാം കൂടെ അച്ചായനും പഞ്ഞി കിട്ടായിരുന്നു. ചോദിച്ച് ചോദ്യം അതല്ലടേ, ഈ കാര്യം ആരാ പറഞ്ഞത്, എന്ത് തെളിവാണ് നിന്റെ കയ്യിലുള്ളത്, ഇതാണ് ചോദിച്ചത്. അച്ചായന്റെ കല്യാണത്തിന് ആകെ കൂടെ അവിടെ തൊപ്പിയും കുറച്ച് പേരൊക്കെ കറങ്ങി തിരിഞ്ഞ് നിന്ന്. ഇനി ഇവര് വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ തെളിയിക്കണം. ആരോ എന്തോ വായിത്തോന്നി വിളിച്ചു പറഞ്ഞതാണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ ഇതിന് വെള്ളം കുടിക്കേണ്ടി വരും. കുടിപ്പിക്കണമെന്നേ ഞാൻ പറയത്തുള്ളൂ. മറിച്ച് നിങ്ങൾ പറയുന്ന സത്യമാണെങ്കിൽ അത് നിങ്ങൾ തെളിയിക്കണം. അല്ലാണ്ട് ആരോ എന്തോ പറഞ്ഞു, ഇതിന്റെ സത്യാവസ്ഥ എനിക്ക് അറിയത്തില്ല, അറിയാത്ത തേങ്ങ കാര്യം പിന്നെ എന്ത് തേങ്ങയ്ക്കാണ് വിളിച്ച് പറയുന്നത്? എന്റെ പൊന്നു ജിനു, കൊള്ളാം കേട്ടാ, കൊള്ളാം. നിങ്ങളെ ഞാൻ വിശ്വസിക്കത്തില്ല, ആദ്യമേ ഞാൻ പറഞ്ഞ കാര്യമാണ്. ഒരു തുള്ളി പോലും എനിക്ക് നിങ്ങളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഉടായ്പ വർത്തമാനമാണ്. അപ്പ കാണാൻ അപ്പാന്ന് വിളിച്ച് നിൽക്കുന്നു. നിങ്ങളെ വിളിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒന്നാം തരം പൊറാട്ട നാടകം കളിക്കുന്നു. ഇതാണ് എനിക്ക് നിങ്ങളിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. അതൊരു ഉറപ്പായിട്ട് ഒരു ഡ്രാമ അല്ലേ ബ്രോ? അല്ലെങ്കിൽ ആരെങ്കിലും വൈഫും കുട്ടികളായിട്ട് കല്യാണത്തിന് വരുമോ? അതാ ഞാൻ തുമ്പെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതാണ്. ഈ കല്യാണം പോലും ചിലപ്പം എന്തെങ്കിലും നിന്നുള്ള ഒളിവിനാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തെങ്കിലും അവൻ ലോക ഇതാണ്, അവൻ എന്തും കാണിക്കും അതിന് വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ഒരു ചിലപ്പോൾ ഒരു ഡ്രാമ ആവാം, ആവാതിരിക്കാം, എനിക്കറിയില്ല. എന്തായാലും ആ കൊച്ചിനൊന്നും വരാതിരിക്കട്ടെ. ആ കൊച്ചിനും ആക്രമണം ഉണ്ടാവുന്നാണോ? ഉറപ്പ്, അത് 100%. അത് എഴുതി കിട്ടും. ഓ, എഴുതിയിടാം. എവിടെ എഴുതിയിടണം? മറ്റേ ഞാൻ ഒന്നും പറയാനില്ല, എഴുതിയിടണം പോലും. അച്ചായൻ വെറും ചെറ്റായിരിക്കാം, പരമ ചെറ്റായിരിക്കാം, നാറിയായിരിക്കാം. പക്ഷെ നിങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ അടുത്താണ് അങ്ങേര് ഇത് കാണിച്ചതെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് വലിയ ഇതൊന്നും തോന്നുന്നില്ല. റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സ്ത്രീയായി നിന്ന് കഴിഞ്ഞാൽ ഒരുത്തൻ ഇങ്ങോട്ട് കയറത്തില്ല. ഇത് അവന്റെയൊക്കെ കൂടെ അഴിഞ്ഞാടി നടന്ന് കറങ്ങിത്തിരിഞ്ഞ് നടന്നിട്ട് അവസാനം വന്ന് തെറ്റ് അവന്റെ ഭാഗത്തുനിന്ന് മാത്രം പറയുമ്പോൾ എനിക്ക് പിടിച്ച് പിഴിയാനാണ് വരുന്നത്. ഉള്ള കാര്യം പറയാം, അമ്മാതിരി കളിപ്പാണ് എനിക്ക് വരുന്നത്. തെറ്റ് അച്ചായന്റെ ഭാഗത്ത് മാത്രം കൊണ്ടിടണ്ട. നിനക്കൊക്കെ ഒരു സമയത്ത് കൂടെ കറങ്ങി നടന്ന് സുഖം പിടിച്ച് നടന്ന് പൈസ ഊറ്റി നടന്ന് വാങ്ങിത്തരുന്നതും വാങ്ങിച്ച് തിന്നും കൊണ്ട് നടന്നിട്ട് കൂടെ കറങ്ങി നടന്ന് എല്ലാം കഴിഞ്ഞിട്ട് അവസാനം വന്ന് അങ്ങേര് മാത്രം തെറ്റുകയാണെന്ന് പറയുന്നത് ഒരു മറ്റേടത്ത പരിപാടിയാണ് കേട്ടോ. അതുള്ള കാര്യം പറയാം. നീ 1 ലക്ഷം രൂപ കടം ചോദിച്ചിട്ട് അങ്ങേര് തന്നില്ല, അത് നിനക്ക് ചുരുക്കുണ്ട്. അതൊക്കെ അങ്ങോട്ട് പറ. നീ തന്നെ പറഞ്ഞതാ, ഞാനല്ല 1 ലക്ഷം രൂപ ചോദിച്ച കേസ് പറഞ്ഞത്. അതുകൊണ്ട് ഇപ്പം വന്നിട്ട് സ്വന്തമായിട്ട് അങ്ങ് വെളുക്കാൻ നോക്കണ്ട. അച്ചായൻ അന്ന ബർത്ത്ഡേക്ക് ഫോട്ടോ കൊണ്ടിട്ടപ്പോഴേ ഇപ്പുറത്ത് വന്നിട്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ലൈവ് ഇട്ട് വീഡിയോ ചെയ്ത മോളാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ വന്ന് കിടന്ന് ഇനി മെഴുകാൻ നിൽക്കണ്ട. സീരിയസ്ലി ഞാൻ പറയാം, 1% പോലും എനിക്ക് സഹതാപം തോന്നുന്നില്ല. അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ പറയുന്നതെല്ലാം പച്ചക്കള്ളമ. അഥവാ നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിലും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും അതിൽ അയ്യോ ഒരു സഹതാപം പോലും എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ കേട്ടോ, ഉള്ള കാര്യം തുറന്നങ്ങ് പറയാം. തുറന്ന് പറഞ്ഞാണ് എനിക്ക് ശീലം. ഈ ഇന്റർവ്യൂവിൽ നിന്നും കൊണ്ട് തന്നെ ഇവര് മറ്റൊരു സ്ത്രീയെ കോണ്ടാക്ട് ചെയ്യുന്നു. അതായത് അച്ചായന്റെ വീട്ടിൽ മുന്നേ ഹോം നേഴ്സായിട്ടുണ്ടായിരുന്ന ഒരു സ്ത്രീയെ കോണ്ടാക്ട് ചെയ്യുന്നു. അതിൽ തന്നെ നിങ്ങളൊരു നാടകമുണ്ട്. ആ കോണ്ടാക്ടിന്റെ രീതിയിൽ നോക്ക് പറഞ്ഞിട്ടുണ്ട്. പറ്റുമെങ്കിൽ ഞാൻ ആ ചേച്ചി ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. നീപ ചേച്ചി അല്ലേ? നീവ ചേച്ചി അല്ലേ? നേരത്തെ കോണ്ടാക്ട് സേവ് ചെയ്ത് വെച്ചിട്ട് അവരെ വിളിക്കുന്നതാ. അതിനാണ് ചോദിക്കുന്നത്. നീവ ചേച്ചി അല്ലേ? എന്തുവാ, ആരെ പറ്റിക്കാനാ ഇത്? ക്രിയേറ്റഡ് സാധനം, പക്ക ക്രിയേറ്റഡ് സാധനം. ആരെ പറ്റിക്കാനാ? അച്ചായൻ കള്ളനായിരിക്കാം, അത് തെളിയിക്കട്ടെ. അങ്ങനെ അങ്ങേരെ അടുത്തൊന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കട്ടെ. പക്ഷെ നിങ്ങളെപ്പോലെ ഒരു സമയത്ത് അങ്ങേ കൂടെ നടന്ന് ഓബ്നേഴ്സ് എന്ന പേരും പറഞ്ഞ് വീട്ടിൽ കയറി പറ്റി അങ്ങേരെ കൂടെ അടിച്ചു കറങ്ങി നടന്ന് പല പരിപാടികളും ചെയ്ത് എല്ലാ പരിപാടിക്കും നിന്നിട്ട് അവസാനം പൈസയും ചോദിച്ച് അങ്ങേര് തരാതായപ്പോൾ അങ്ങേരെ ഭാഗത്ത് മാത്രം തെറ്റായിട്ട് കൊണ്ട് അടിച്ചു വയ്ക്കുന്ന ടീംസ് ഉണ്ടെങ്കിൽ എനിക്കതൊന്ന് കാണണം. അങ്ങനത്തെ ടീംസിനെ എനിക്കൊന്ന് പരിചയപ്പെടണം. ചേച്ചി, ഞാൻ ജിനു ആണേ. മുമ്പേ വിളിച്ചില്ലായിരുന്നോ ചേച്ചി? പരിചയമേ ഇല്ല. അയ്യോ ചിനു, അതാരാ? മുന്നേ വിളിച്ചിരുന്നില്ല. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്ട് സേവ് ചെയ്ത് വെച്ചിട്ട് ഇന്റർവ്യൂവിൽ ഞാൻ ഇങ്ങനെ വിളിക്കും. ചേച്ചി ആ സമയത്ത് ഫോൺ എടുത്തിട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയണം. ഈ സാധനമാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാൻ ഉള്ള കാര്യം പറയാം. ഞാൻ ആരെയും താഴ്ത്തി കെട്ടാനോ ആരുടെയും പൈസ വാങ്ങിച്ചിട്ട് കൊട്ടാശ എടുത്തായിട്ടോ വന്നതൊന്നുമല്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്ന, എനിക്കൊരു കാര്യം കാണുമ്പോൾ ഒരു വിഷയത്തിൽ സത്യാവസ്ഥ തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ഓപ്പണായിട്ട് പറയും. ഈ വിഷയത്തിൽ ഞാൻ 100% പറയാം, ഈ ജിനു എന്ന് പറയുന്ന സ്ത്രീയെ സപ്പോർട്ട് ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയത്തില്ല. ഇവരിനിപ്പോ എന്ത് കൊടുകുത്തിയ തെളിവ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ കഴിയത്തില്ല. കാരണം ഇവരാദ്യമേ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ അങ്ങേരെ ഫ്രണ്ടായിട്ടാണ് കണ്ടത്, മറ്റൊന്നുമില്ല. എന്നിട്ട് രണ്ടും കൂടി കല്യാണം ആലോചിക്കാൻ വേണ്ടി ജാതകം നോക്കാൻ പോയ ടീംസാ. അതുകൊണ്ട് തന്നെ ഇതിനൊന്നും ഒരു രീതിയിൽ ഞാൻ നമ്പത്തില്ല. ചേച്ചി അവിടെ നിൽക്കുന്ന സമയത്ത് ഈ പെൺകുട്ടിയായിട്ടുള്ള വിവാഹത്തിന്റെ കാര്യം അങ്ങനെ എന്തെങ്കിലും അറിയായിരുന്നോ? ഇല്ല, ഈ അങ്ങനെ ഒരു സമയത്തൊന്നും ആൾക്ക് അങ്ങനെ ഒരു റിലേഷൻ ഒന്നും ഉണ്ടായില്ലായിരുന്നു.
അവിടെ ആ സമയത്ത് ചേച്ചി കണ്ടിട്ടില്ല അവരെ. ഉണ്ടായിരുന്നു. ഏതാ ഈ ഒരു സ്ത്രീ ആയിട്ട് ഒരു ബന്ധം ഉണ്ടായില്ലായിരുന്നു. അന്നേരത്തെ അവരുടെ വൈഫാന്നും പറഞ്ഞുകൊണ്ട് എന്നെ വേറെ ഒരു ചേച്ചിനെ പരിചയപ്പെടുത്തിയത്. അവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു അന്നേരത്ത്. അയാളുടെ വൈഫാന്നും പറഞ്ഞൊരു ചേച്ചി ഉണ്ടായിരുന്നു. ഒരു ചേച്ചിയെ ഇതുപോലെ വൈഫാന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടുത്തിയായിരുന്നു ഈ ചേച്ചിനെ വീട്ടിൽ അവിടെ ഉണ്ടായിരുന്നു ഒരു ചേച്ചി, വൈഫാന്നും പറഞ്ഞ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു നിബ. ഓക്കെ വൈഫാണെന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിചയപ്പെടുത്തുകയാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ വൈഫ് അല്ലെങ്കിൽ പിന്നെ മറ്റൊരു വ്യക്തി നിങ്ങളെ വൈഫാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുമ്പോൾ വായിക്കാത്തൊന്നും പഴം തിരികെ വെച്ചിരിക്കണം. ഞാൻ വൈഫാ, ഏത് വൈഫ്? ആ സ്പോട്ടിൽ പ്രതികരിക്കാൻ അറിയത്തില്ലേ? നിങ്ങൾ വൈഫ് അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരാൾ വൈഫാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന സമയത്ത് നോക്കിക്കൊണ്ട് ചിരിച്ചും കൊണ്ട് നിൽക്കുന്നത്, എനിക്ക് അതാണ് അറിയേണ്ടത്. അപ്പൊ അവിടെ നിങ്ങളും കാണിക്കുന്ന ഒരു ഉടായ്പ് കാര്യമല്ലേ എന്നുള്ള ഒരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പൊ പറയും, അയ്യോ ഞങ്ങൾ മറ്റൊരാളുടെ വീട്ടിലല്ലേ നിൽക്കുന്നത്, പേടിച്ചാണ് നിന്നത്. എന്ത് പേടി? ഒരു തേങ്ങയും ഇല്ല. അത്രയും ക്ലോസ് ആയിട്ട് അത്രയും ആ ഒരു രീതിയിലാണ് നിൽക്കുന്നതെങ്കിൽ മാത്രമേ അച്ചായന് ഇങ്ങനെ നിങ്ങളുടെ മേൽ അവകാശം വെച്ച് പറയാൻ പറ്റത്തുള്ളൂ ഇതെന്റെ വൈഫാണെന്ന്. കേട്ടോ? അതുകൊണ്ട് കൂടുതൽ കിടന്ന് മെഴുകാൻ നിൽക്കരുത്. ജിനുവും അച്ചായനും കൂടി കല്യാണം ആലോചിക്കാൻ വേണ്ടി ജാതകം നോക്കിയ ചരിത്രം വരെ നമ്മൾ കണ്ടതാ. വേണമെങ്കിൽ ആ വീഡിയോയുടെ ക്ലിപ്പ് ഒന്ന് സൈഡിൽ കൊടുക്കാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വച്ചിട്ടുള്ളത്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വയ്ക്കാത്തത്. അതുകൊണ്ട് കൂടുതൽ കിടന്ന് മെഴുകാൻ നിൽക്കരുത്. അച്ഛൻ ചെറ്റായിരിക്കാം, പക്ഷേ എവിടെയൊക്കെ കുറെ ന്യായമുള്ളതായിട്ട് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട്. ചേച്ചി കുറച്ച് ദിവസം ഇവിടെ നിൽക്കണം. ഇവിടെ നിന്നിട്ട് തൊപ്പി കാരണം കൊണ്ടാണ് എന്റെ അമ്മയ്ക്ക് ഈ അവസ്ഥ വന്നത്. അപ്പൊ അതുകൊണ്ട് തൊപ്പി ഇവിടെ വന്ന് ചേച്ചിനെ ഒന്ന് കാണുന്ന വരെ ഇവിടെ ഒന്ന് നിൽക്കണം. കാരണം തൊപ്പി വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ട്രീറ്റ്മെന്റിന് ആവശ്യമായിട്ടുള്ള പൈസയും കാര്യങ്ങളൊക്കെ അവൻ തരും. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ കാരണമാണ് എന്റെ അമ്മ ഈ ഒരു അവസ്ഥയിൽ വന്നത്. അപ്പൊ അതുകൊണ്ട് അവൻ തന്നെ എന്റെ അമ്മേനെ ട്രീറ്റ്മെന്റ് ചെയ്യണം. അമ്മേനെ നോക്കാൻ ഞാൻ ആളെ നിർത്തിയേക്കുവാണ്. 35,000 രൂപ ശമ്പളം കൊടുത്താണ് നിർത്തിയേക്കണേ. ചേച്ചിയുടെ കറക്റ്റ് ശമ്പളം ചേച്ചി പറയണ്ട, ഇത്രയും ശമ്പളം എന്ന് ചേച്ചി പറഞ്ഞാൽ മതി. അപ്പൊ അതുകൊണ്ട് തൊപ്പി വന്നവരെങ്കിലും ചേച്ചി നിക്കണോന്ന് പറഞ്ഞു. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തൊപ്പി ഞാൻ നോക്കാൻ പോയില്ല. ഞാൻ വെളുപ്പാങ്കാലത്ത് ഞാൻ അവിടുന്ന് ചാടി. അതാണ് എന്റെ അവസ്ഥ. കാരണം എനിക്ക് അങ്ങനെ കള്ളത്തരം കാണിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ എന്തായാലും ഒരു വീട്ടിൽ പാവപ്പെട്ടവർ ഏതെങ്കിലും ഒരു അമ്മേനെ നോക്കാനായിട്ടാണ് നമ്മൾ പോണത്. അത് ഈ വീടല്ലെങ്കിൽ വേറൊരു വീട്. പിന്നെ അമ്മേനെ നോക്കാൻ നിന്നപ്പോ മര്യാദയ്ക്ക് നോക്കി, അമ്മയുടെ ഭക്ഷണം കൊടുത്തു, അമ്മേനെ കുളിപ്പിച്ച്, നമ്മുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നോക്കി. അതിന്റെ പൈസ എനിക്ക് തന്നിട്ടുമില്ല. എനിക്ക് വേണമെന്നും ആഗ്രഹമില്ല. കാരണം കിട്ടൂലെന്ന് എനിക്കറിയാം. പിന്നെ എന്റെ അമ്മേനെ നോക്കിയതുപോലെ ഞാനത് കണക്കാക്കി. അങ്ങനെ കണക്കാക്കിയാൽ മതി. ഞാൻ ഒരു കാര്യം പറയാം, എല്ലാം കൂടി തൊപ്പിയുടെ നെഞ്ചത്ത് കൊണ്ട് വയ്ക്കുകയാണ്. നാളെ ഇനി പറയും തൊപ്പിയാണ് അച്ഛന് പെണ്ണ് കൂട്ടി കൊടുക്കുന്നതെന്ന് വേണമെങ്കിൽ പറയും. ആ ഒരു രീതിയിലായിട്ടാണ് ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവയ്ക്കുന്നത്. തൊപ്പിയും അച്ചായനും തമ്മിൽ തെറ്റിക്കാനുള്ളൊരു കലഹമായിട്ടും എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട്. ഇപ്പോഴും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, എനിക്ക് ഈ ജിനു എന്ന് പറയുന്ന ലേഡി പറയുന്നത് ഒരു വിശ്വാസവുമില്ല. ഇവര് പറയുന്ന കാര്യങ്ങൾ പച്ച കള്ളമായിട്ട് തന്നെയാണ് തോന്നുന്നത്. ആദ്യം മുതലേ ഇവര് പച്ച കള്ളം തന്നെയാണ് തുപ്പിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും തുപ്പിക്കൊണ്ടിരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു സ്ത്രീ ഒരു പുരുഷനെതിരെ ഒരു ആരോപണമായിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും പച്ചവെള്ളം പോലെ എടുത്ത് വിഴുങ്ങത്തില്ല. ഞാൻ ഉള്ള കാര്യം പറയും. എനിക്ക് ശരിയെന്ന് തോന്നിയാൽ ശരിയെന്ന് പറയും, തെറ്റെന്ന് തോന്നിയാൽ തെറ്റെന്ന് പറയും. അതിനാണ് ഞാൻ ഈ ചാനൽ തുറന്നു വെച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പേരിൽ എന്തെങ്കിലും അങ്ങോട്ട് വന്നാലും എവിടെ കയറി ഇറങ്ങേണ്ടി വന്നാലും എനിക്കൊരു തേങ്ങയില്ല. ഞാൻ എന്റെ നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയൊരു വീഡിയോ ആയിട്ടാണ്.